BSNL സഹകരണ സംഘം തട്ടിപ്പിൽ നിക്ഷേപകരിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മൊഴിയെടുക്കുകയാണ്. തിരുവനന്തപുരം പൊട്ടക്കുഴിയിലെ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിലാണ് മൊഴിയെടുപ്പ് തുടരുന്നത്. 257 കോടി രൂപയുടെ തട്ടിപ്പാണ് സഹകരണ സംഘത്തിൽ നടന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നിയമസഭയെ സബ്മിഷനായി അടക്കം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു വിഷയമാണ്. എന്തുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതുൾപ്പെടെ നേരത്തെയൊക്കെ ചോദിച്ച പശ്ചാത്തലമുണ്ട്. ഇപ്പോഴിതാ ED നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുന്നു, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും 257 കോടിയിൽ പരം, ഏതാണ്ട് 260 കോടി ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. അങ്ങനെ തട്ടിപ്പാണ് BSNL സഹകരണ സംഘം, എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം ജീവനക്കാരുടെ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പാണ്. വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു. അതായത് BSNL വർഷങ്ങളോളം ജോലി ചെയ്ത ആളുകൾ അവരുടെ സമ്പാദ്യം എല്ലാം നിക്ഷേപിച്ച ഒരു സഹകരണ സംഘം, അവിടെയാണ് വലിയ തട്ടിപ്പ് നടന്നത്. ദീർഘനാൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പിന്നീട് ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരാതി ലഭിക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്ത കേസാണിത്. പ്രധാന പ്രതികൾ 3 പേരുടെ സ്വത്ത് കണ്ടുകെട്ടി, ബഡ്സ് ആക്ട് പ്രകാരം കണ്ടുകെട്ടിയിരുന്നു. അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ പൊട്ടക്കുഴിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഹാൾ, അവിടെയാണ് ഈ നിക്ഷേപകരോട് 3 ദിവസങ്ങളിലായി തെളിവെടുപ്പിന് ഹാജരാകാൻ പറഞ്ഞത്. 100ഓളം പേരുടെ മൊഴി ഇവിടെ എടുക്കും. ED അന്വേഷണ സംഘം അകത്ത് ഇവരുടെ മൊഴിയെടുക്കുകയാണ്. സുരക്ഷാ ക്രമീകരണം ഇന്നലെ ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ചിലപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ പരിചയമുള്ള ഉദ്യോഗസ്ഥരാണ്. കാരണം ഇന്നലെ വന്ന ആ ടീമിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നലെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ കാവലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ, CRPFന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയും ഉണ്ട്. ആ സംഘം ആണ് ഇവിടെ സുരക്ഷ മേൽനോട്ടം വഹിക്കുന്നത്. അന്വേഷണ സംഘം അതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്ന് ഇതുണ്ടാകില്ല സൂചന നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ തെളിവെടുപ്പ് നടക്കുകയാണ്. BJP ബന്ധമുള്ള ചില ആളുകൾ ഇതിന്റെ തലപ്പത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വൈകുന്നുവെന്ന വിമർശനം ഉയർന്നു വന്ന ഒരു കേസ് കൂടിയാണത്. അവിടെയാണിപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവെടുപ്പ് നടത്തുന്നത്. ഉള്ളിൽ ഈ നിക്ഷേപകരുണ്ട്, ഈ പരാതിക്കാരുണ്ട്, അവരൊക്കെ ഇതിന്റെ ഉള്ളിലിരിക്കുകയാണ്. വലിയൊരു ആൾക്കൂട്ടം, ഏതാണ്ട് ഇന്ന് 50ഓളം പേർ മൊഴിയെടുക്കാൻ ഉദ്യോഗസ്ഥർ നിൽക്കും. നമുക്ക് അവരുടെ ദിശകളിലേക്ക് പോകാൻ കഴിയാത്തതാണ്. 50ഓളം പേർ ഉണ്ട്. എല്ലാവരിൽ നിന്നും വിശദമായി മൊഴിയെടുക്കും. നേരത്തെ തന്നെ പ്രധാനപ്പെട്ട പരാതിക്കാരിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ മറ്റ് ആളുകളിലേക്കും, ഈ നിക്ഷേപകരുടെ എല്ലാവരിലേക്കും, പരാതിയുള്ള എല്ലാ ആളുകളുടെയും മൊഴിയെടുക്കുന്നത്. അവിടെ അകത്ത് ആളുകൾ ഇരിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ ഉണ്ട്. ആളുകൾ, പരാതിക്കാരൊക്കെ മൊഴിയെടുക്കാൻ വന്നവരൊക്കെ ഈ ദൃശ്യങ്ങൾ കൂടി ഉണ്ട്. അവരിറങ്ങി ചില ആളുകളൊക്കെ ഇവിടെ വരുന്നുമുണ്ട്. അങ്ങനെ ജീവനക്കാരാണ്, BSNLലെ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം അവരുടെ സ്റ്റാച്യു GPO ലൈനിലുള്ള നിക്ഷേപ സംഘത്തിൽ, സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു. അത് പിന്നീട് വ്യാജരേഖകൾ ഉണ്ടാക്കി ഇതിന്റെ തലപ്പത്തിരുന്നവർ, സഹകരണ സംഘ തലപ്പത്തിരുന്നവർ തട്ടിച്ചു എന്നാണ് കേസ്. ആദ്യം പോലീസ് അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അതിനൊടുവിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ അന്വേഷണം ഏറ്റെടുത്തത്. അവരുടെ മൊഴിയെടുപ്പാണ്, നിർണായകമായ മൊഴിയെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും അരുൺ പറയുന്നത് പോലെ ഇന്നലെ EDയുടെ പരിശോധന പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലായിരുന്നു. അവിടെ കാവൽ നിന്ന അതേ സംഘം തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അരുൺ, ഇന്നലെ അവിടെയും ഉണ്ടായിരുന്നു, അതേ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇന്നലത്തേതുപോലെയുള്ള ഒരു പ്രതിസന്ധിയൊന്നും നേരിടുന്നില്ല. ഇനിയിപ്പോൾ BJP നേതാക്കളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് എന്നതുകൊണ്ടാണ് ഒരു വിവാദം ഒക്കെ ഇതിലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ED എത്തിയത് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് വിമർശനമായിരിക്കും ഇനി CPIM പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഇവിടെ പ്രതിസ്ഥാനത്തൊക്കെ നിൽക്കുന്നത് BJP നേതാക്കൾ കൂടിയാണ്. അവിടെയും രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറഞ്ഞു വെക്കാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.